എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വലിയ നോമ്പ്. ആരാധനാ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോനാഥനെ ഞാൻ പലപ്പോഴും ഇപ്രകാരം കാണുന്നു. ചമ്മട്ടിയടിക്ക് ശേഷം കർത്താവിനെ പിടിച്ച് മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി. അങ്ങനെ അവർ അതെടുത്തപ്പോൾ അവിടുത്തെ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു. പിന്നീട് അവർ വൃത്തികെട്ട കീറിപ്പറഞ്ഞ ചുവന്നൊരു പുറംകുപ്പായം കർത്താവിൻ്റെ തുറക്കപ്പെട്ട മുറിവുകളുടെ മേലിട്ടു. ചില സ്ഥലങ്ങളിൽ ആ പുറംകുപ്പായം കഷ്ടിച്ച് മുട്ടുവരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. ഒരു തടിക്കഷ്ണത്തിൽ അവർ അവിടുത്തെ ഇരുത്തി. മുൾക്കിരീടം നെയ്തെടുത്ത് അവിടുത്തെ തിരുശിരസിൽ വച്ചു. ഒരു ഞാങ്ങണ അവിടുത്തെ കയ്യിൽ കൊടുത്തു. രാജാവിൻ്റെ മുമ്പിലെന്ന പോലെ അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവർ അവിടുത്തെ പരിഹസിച്ചു. ചിലർ അവിടുത്തെ മുഖത്ത് തുപ്പി. മറ്റു ചിലർ ഞാങ്ങണ വാങ്ങി അതുകൊണ്ട് അവിടുത്തെ തലയിൽ അടിച്ചു. വേറെ ചിലരാകട്ടെ അവിടുത്തെ അടിച്ചു വേദനിപ്പിച്ചു. ഇനിയും ചിലർ അവിടുത്തെ മുഖം മൂടിക്കൊണ്ട് മുഷ്ടി കൊണ്ട് ഇടിച്ചു. ഈശോ ഇതെല്ലാം ശാന്തതയോടെ സഹിച്ചു. ആർക്കവിടുത്തെ മനസ്സിലാക്കാനാകും? ആർക്കവിടുത്തെ സഹനം മനസ്സിലാക്കാൻ സാധിക്കും? ഈശോ കണ്ണുകൾ താഴ്ത്തി നിന്നു. ആ സമയത്ത് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് ഈശോ സഹിച്ചതെന്തെന്ന് ഓരോ ആത്മാവും ധ്യാനിക്കട്ടെ. കർത്താവിനെ അവഹേളിക്കുന്നതിൽ അവർ പരസ്പരം മത്സരിച്ചു. ഞാൻ ചിന്തിച്ചു, എവിടെ നിന്ന് മനുഷ്യന് ഇത്ര പക ലഭിക്കുന്നു? പാപം വഴി ഇത് സംഭവിക്കുന്നു. സ്നേഹവും പാപവും പരസ്പരം കണ്ടുമുട്ടുന്നു. മറ്റൊരു സിസ്റ്ററുമൊത്ത് ഒരു പ്രത്യേക പള്ളിയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും പ്രഭാവവും ഞാൻ അനുഭവിച്ചു. ദേവാലയം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടുത്തെ പ്രഭാവം എന്നെ ആവരണം ചെയ്തു. അതെന്നെ ഭയപ്പെടുത്തിയെങ്കിലും ആനന്ദത്താലും സമാധാനത്താലും ഞാൻ നിറഞ്ഞു. ഒന്നിനും അവിടുത്തെ തിരുമനസ്സിനെ എതിർക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ആരാണ് നമ്മുടെ ദേവാലയങ്ങളിൽ വസിക്കുന്നതെന്ന് എല്ലാ ആത്മാക്കളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇത്രമാത്രം അവഹേളനങ്ങളും അതിക്രമങ്ങളും സംഭവിക്കുകയില്ലായിരുന്നു. ഓ നിത്യവും അഗ്രാഹ്യവുമായ സ്നേഹമേ, ഞാനൊരു കൃപയ്ക്കായി അങ്ങയോട് യാചിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള പ്രകാശത്താൽ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. എല്ലാ വസ്തുക്കളെയും അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് അറിയാനും വിലമതിക്കാനും എന്നെ സഹായിക്കണമേ. സത്യമറിയുമ്പോഴാണ് ഞാൻ ആത്മാവിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്. മാർച്ച് 21, 1935. പലപ്പോഴും വിശുദ്ധ ബലിയർപ്പണ സമയത്ത് എൻ്റെ ആത്മാവിൽ കർത്താവിനെ ഞാൻ കാണുന്നു. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അവിടുത്തെ ദൈവിക കടാക്ഷം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വാക്കുച്ചരിക്കാതെ തന്നെ ഞാൻ അവിടുത്തോട് ദീർഘമായി സംസാരിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ഞാൻ അറിയുന്നു. അവിടുത്തെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നവ ഞാൻ എപ്പോഴും ചെയ്യുന്നു. മതി വരുവോളം ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നു. ഹൃദയാന്തർഭാഗത്ത് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ വളരെ സന്തോഷിക്കുന്നു. അത് എപ്രകാരം പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആത്മാവിന് അത് ദീർഘനേരം സഹിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ, ശരീരത്തിൽ നിന്നുള്ള വേർപാട് അനിവാര്യമായി വരുന്നതിനാൽ അപ്രകാരമുള്ള നിമിഷങ്ങൾ ഹ്രസ്വമാണ്. ഈ നിമിഷങ്ങൾ വളരെ ഹ്രസ്വമെങ്കിലും ആത്മാവിലേക്ക് പ്രസരണം ചെയ്ത അതിൻ്റെ ശക്തി ദീർഘനേരം നിലനിൽക്കുന്നു. ഒരു പ്രയത്നവും കൂടാതെ ആഴമായ ദൈവാനുഭവം ആവരണം ചെയ്യുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അത് കുറയുകയോ എൻ്റെ കടമകൾ നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ആത്മാവിൻ്റെ യാതൊരു പ്രയത്നവും കൂടാതെ നിരന്തരമായ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അഗാധമായ കടലിൽ അലിഞ്ഞു ചേർന്ന ഒരു തുള്ളി വെള്ളമെന്ന പോലെ ഞാൻ അവിടുത്തോട് ഗാഢമായി സംയോജിച്ചിരിക്കുന്നു. അവസാന വ്യാഴാഴ്ച എൻ്റെ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ഇപ്രകാരം ഒരു കൃപ എനിക്ക് അനുഭവപ്പെട്ടു.
അത് സാധാരണയേക്കാൾ ദീർഘനേരം നീണ്ടുനിന്നു. വിശുദ്ധ ബലിയുടെ സമയം മുഴുവനും നീണ്ടുനിന്നതിനാൽ ആനന്ദം കൊണ്ട് മരിച്ചു പോകുമെന്ന് പോലും തോന്നി. അത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തെപ്പറ്റിയും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റിയുമുള്ള എൻ്റെ അറിവ് വളരെ ശക്തമാവുകയും എന്നെപ്പറ്റിയും എൻ്റെ ദുരിതാവസ്ഥയെപ്പറ്റിയും കൂടുതൽ ബോധവതിയാവുകയും ചെയ്യുന്നു. എന്നെപ്പോലെ ദുരിതപ്പെട്ട ആത്മാവിനോട് കർത്താവിനുള്ള വലിയ കനിവ് കണ്ട് ഞാൻ വിസ്മയിച്ചു പോകുന്നു. വിശുദ്ധ ബലിക്ക് ശേഷം ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നു. എൻ്റെ ഹൃദയാന്തർഭാഗത്ത് അവിടുത്തെ ഓരോ കടാക്ഷത്തെപ്പറ്റിയും ഞാൻ ബോധവതിയായിരുന്നു. ഉച്ചസമയത്ത് ഞാൻ ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ചു. വീണ്ടും കൃപയുടെ ശക്തിയാൽ എൻ്റെ ഹൃദയം ജ്വലിച്ചു. സ്മൃതിധ്യാനം തുടർന്നുകൊണ്ട് പോയപ്പോൾ സാത്താൻ ഒരു പൂപാത്രമെടുത്ത് ദേഷ്യത്തോടെ തൻ്റെ ശക്തി മുഴുവനും എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ അസൂയയും ഉഗ്രകോപവും ഞാൻ കണ്ടു. ചാപ്പലിൽ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ എഴുന്നേറ്റ് പൂപാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും പൂവച്ച് ആരെങ്കിലും വരുന്നതിന് മുമ്പായി എല്ലാം ശരിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ എനിക്കത് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് മദർ സുപ്പീരിയും ബോർജിയ, സങ്കീർത്തി നോക്കുന്ന സിസ്റ്ററും വേറെ കുറെ സിസ്റ്റേഴ്സും കൂടി അവിടെ എത്തി. അൾത്താരയിൽ ഞാൻ എന്തോ ചെയ്തപ്പോൾ പൂപാത്രം വീണുടഞ്ഞതാണെന്ന് കരുതി മദർ സുപ്പീരിയർ അതിശയപ്പെട്ടു. സങ്കീർത്തി നോക്കുന്ന സിസ്റ്റർ തൻ്റെ നീരസം വെളിപ്പെടുത്തി. ഞാൻ സ്വയം ന്യായീകരിക്കാനോ കാര്യങ്ങൾ വിവരിക്കാനോ ശ്രമിച്ചില്ല. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഞാൻ തീർത്തും അവശയായി. തിരുമണിക്കൂർ ആചരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതിനാൽ നേരത്തെ ഉറങ്ങാൻ പോകാനുള്ള അനുവാദം മദർ സുപ്പീരിയറിൽ നിന്ന് ചോദിച്ചു വാങ്ങി. കിടന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ഏതാണ്ട് 11 മണിയായപ്പോൾ സാത്താൻ എൻ്റെ കിടക്ക പിടിച്ചു കുലുക്കി. ഞാൻ പെട്ടെന്നുണർന്ന് ശാന്തമായി കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പ്രായശ്ചിത്തം ചെയ്യുന്ന ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ നിഴലുകൾ പോലെ കാണപ്പെട്ടു. അവയുടെ ഇടയിൽ ധാരാളം പിശാചുക്കളെ ഞാൻ കണ്ടു. അവയിലൊന്ന് പൂച്ചയുടെ രൂപമെടുത്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതെൻ്റെ കിടക്കയിലും കാലിലും ചാടി വീണുകൊണ്ടിരുന്നു. 1 ടണ്ണോളം ഭാരം അതിനുണ്ടായിരുന്നു. ഈ സമയം മുഴുവൻ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പുലർച്ചെയായപ്പോൾ ഇവയെല്ലാം അപ്രത്യക്ഷമായി. എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിച്ചു. രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഈ സ്വരം കേട്ടു. നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഒന്നും ഭയപ്പെടേണ്ട. എൻ്റെ കുഞ്ഞേ, സാത്താൻ നിന്നെ വെറുക്കുന്നു എന്നറിയുക. എല്ലാ ആത്മാക്കളെയും അവൻ വെറുക്കുന്നു. എന്നാൽ നിന്നോടുള്ള പ്രത്യേകമായ വെറുപ്പുകൊണ്ട് അവൻ കത്തിജ്വലിക്കുകയാണ്. കാരണം അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് വളരെ ആത്മാക്കളെ നീ പിടിച്ചെടുത്തിരിക്കുന്നു. ഏപ്രിൽ 18 പെസഹ വ്യാഴം. ഇന്ന് രാവിലെ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഇന്ന് മുതൽ ഉയർപ്പ് തിരുനാൾ ആഘോഷം വരെ നീ എൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയില്ല. എന്നാൽ നിന്റെ ആത്മാവ് തീക്ഷ്ണമായ അഭിവാജ്ഞയാൽ നിറഞ്ഞിരിക്കും. ഉടനെ തന്നെ എൻ്റെ ആത്മാവ് തീക്ഷ്ണമായ അഭിവാജ്ഞയാൽ നിറഞ്ഞു. എൻ്റെ പ്രിയനായ ഈശോയുമായുള്ള വേർപെടൽ എനിക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ കാസയ്ക്കുള്ളിലെ എല്ലാ തിരുവോസ്തികളിലും ഈശോയുടെ പീഡിതമായ മുഖം ഞാൻ കണ്ടു. ആ നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ തീവ്രമായ അഭിലാഷം അനുഭവപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി സമയം ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു. ആ ഛായാചിത്രം പരസ്യമായി വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ പീഡകളോടെ കർത്താവ് ഈശോ കുരിശിൽ മരിക്കുന്നതും ചിത്രത്തിലെ പോലെ 2 പ്രകാശരശ്മികൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ബഹിർഗമിക്കുന്നതും ഞാൻ കണ്ടു. ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥന സമയത്ത് സൂര്യനെ പോലെ പ്രകാശിച്ച് ശോഭയുള്ള വസ്ത്രം ധരിച്ച ഈശോനാഥനെ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. വലിയ സന്തോഷം എന്നിൽ വന്നു നിറഞ്ഞു. ദൈവ സാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. എൻ്റെ ആത്മാവിന് അത് വർണ്ണിക്കാനാവാത്ത ഒരു നിധിയായിരുന്നു. ഛായാചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഈശോയുടെ കൈ പെട്ടെന്ന് ചലിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് ഒരു വലിയ കുരിശിൻ്റെ അടയാളം വരച്ചു. അന്ന് വൈകിട്ട് ഞാൻ കിടക്കാൻ പോയപ്പോൾ ആ ചിത്രം പട്ടണത്തിൻ്റെ മുകളിലൂടെ നീങ്ങുന്നത് ഞാൻ കണ്ടു.
വലകളാലും കുരുക്കുകളാലും പട്ടണം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഈശോ കടന്നുപോയപ്പോൾ എല്ലാ വലകളും അവിടുന്ന് വിച്ഛേദിക്കുകയും അവസാനം ഒരു വലിയ കുരിശിൻ്റെ അടയാളം വരച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു. എൻ്റെ ചുറ്റും പകയുള്ള രൂപങ്ങളുടെ സമൂഹം എന്നോടുള്ള വിരോധം കൊണ്ട് കത്തിയെരിയുന്നത് ഞാൻ കണ്ടു. അവരുടെ അധരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികൾ വന്നുകൊണ്ടിരുന്നെങ്കിലും ഒന്നും എന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തിനു ശേഷം ഈ ദർശനം അപ്രത്യക്ഷമായി. എന്നാൽ വളരെ നേരത്തേക്ക് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഏപ്രിൽ 26 വെള്ളിയാഴ്ച. ചിത്രം പ്രദർശിപ്പിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാനായി ഞാൻ ഓസ്ട്രാബ്രാമയിൽ ആയിരുന്നു. എൻ്റെ കുമ്പസാരക്കാരൻ്റെ ഫാദർ സൊപ്പോച്കോ പ്രഭാഷണം ഞാൻ കേട്ടു. വളരെ നാളുകളായി ഈശോ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള ആദ്യത്തെ പ്രഭാഷണമായിരുന്നു അത്. കർത്താവിൻ്റെ വലിയ കരുണയെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചിത്രം ജീവനുള്ളതായി. അവിടെ സമ്മേളിച്ചിരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ രശ്മികൾ ചൂഴ്ന്നിറങ്ങി. എന്നാൽ എല്ലാവരിലും ഒരേ അനുപാതത്തിലായിരുന്നില്ല. ചിലർക്ക് അധികവും മറ്റു ചിലർക്ക് കുറച്ചും ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ കണ്ട് എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: നീ എൻ്റെ കരുണയുടെ സാക്ഷിയാണ്. എൻ്റെ കരുണയുടെ ജീവിക്കുന്ന സാക്ഷിയായി എൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നീ എന്നേക്കും നിലകൊള്ളും. പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ മഠത്തിൽ തിരിച്ചെത്താൻ ഞാൻ ധൃതി കൂട്ടി. സമ്മേളനം തീരുന്നതുവരെ കാത്തുനിന്നില്ല. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിശാചുക്കളുടെ ഒരു വലിയ വ്യൂഹം എൻ്റെ വഴി തടസ്സപ്പെടുത്തി. അവർ എന്നെ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി. ഞാൻ ഇപ്രകാരം കേട്ടു: നമ്മൾ വളരെ വർഷങ്ങളായി അധ്വാനിച്ചെടുത്തതെല്ലാം അവൾ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരോട് ചോദിച്ചു: ഇത്രയധികം പേർ എവിടെ നിന്ന് വന്നു? ആ ദുഷ്ടാരൂപികൾ മറുപടി നൽകി: മനുഷ്യഹൃദയങ്ങളിൽ നിന്ന്. ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. എന്നോടുള്ള അവരുടെ വലിയ വിദ്വേഷം കണ്ട് ഞാൻ ഉടനെ തന്നെ കാവൽ മാലാഖയോട് സഹായം അപേക്ഷിച്ചു. എൻ്റെ കാവൽ മാലാഖയുടെ പ്രകാശപൂർണവും ശോഭയേറിയതുമായ രൂപം പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, എൻ്റെ കർത്താവിൻ്റെ മണവാട്ടി. അവിടുത്തെ അനുവാദം കൂടാതെ ഈ അരൂപികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. ഉടനെ തന്നെ ദുഷ്ടാരൂപികൾ അപ്രത്യക്ഷമായി. വിശ്വസ്തനായ കാവൽ മാലാഖ ദൃശ്യരൂപത്തിൽ മഠം വരെ എന്നെ അനുഗമിച്ചു. അവൻ്റെ നോട്ടം വിനീതവും സൗമ്യവുമായിരുന്നു. അവൻ്റെ നെറ്റിയിൽ ഒരു തീനാളം മിന്നിക്കൊണ്ടിരുന്നു. ഓ ഈശോയെ, അവിടുത്തെ മഹത്വം കണ്ട ആ ഒരു നിമിഷത്തിനു വേണ്ടി എൻ്റെ ജീവിതം മുഴുവനും സഹിക്കാനും അധ്വാനിച്ച് എന്നെ തന്നെ വ്യയം ചെയ്യാനും, ഓ കർത്താവേ, ആത്മാക്കളുടെ രക്ഷയ്ക്കായി അത് പ്രയോജനപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു.